ഇത് തികച്ചും നിബിഡമായ ഒരു വനമാണ്. വനത്തിന്റെ ഉള്ളിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കാതോർത്താൽ നമുക്ക് ചീവീടുകളുടെ സൗണ്ട് കേൾക്കാം. ചീവിടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. വളരെ ഇതൊരു കുറച്ചു നേരം കേട്ട് നിന്നാൽ ഏതൊരു പാട്ട് പോലെ തോന്നും അല്ലേ രതീഷ്? പാട്ട് കാടിന്റെ പാട്ടായിരിക്കും. കാടിന്റെ പാട്ട് കുറച്ചേരം കഴിയുമ്പോ വേറെ സൗണ്ട് കൂടി കേൾക്കും. ആനയുടെ പാട്ട്. അത് കഴിയുമ്പോ നമ്മുടെ പാട്ട് തുടങ്ങൂല. മോനെ രാത്രി ആവണേക്ക് മുമ്പ് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാം. ആന എങ്ങനെ ഇറങ്ങി കഴിഞ്ഞാലുണ്ടല്ലോ വണ്ടി കൂടി ചവിട്ടിട്ട് ഇറങ്ങുന്നുണ്ടോ? ആനക്കറിയില്ലല്ലോ. നമ്മള് ബൃഹത് ഫാർമയുടെ എക്സിക്യൂട്ടീവ് ആണ്, ഞാൻ കേലിങ്ങിന്റെ എക്സിക്യൂട്ടീവ് ആണ്. മോനെ ഇവിടെ നിങ്ങൾ എന്താ പറയാ, നിങ്ങൾക്ക് ഇവിടെ വന്ന് കാണണം. ഈ കാടിന്റെ ഈ ശബ്ദം നിങ്ങൾക്ക് ഇങ്ങനെ കേട്ടുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം ഇപ്പൊ ഒരു ക്യാമറ ഒരു വീഡിയോ റെക്കോർഡിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഉണ്ടാവും. പക്ഷെ വന്നിട്ട് കിട്ടുന്ന ഒരു അനുഭൂതി എന്ന് പറയുന്നത് അത് തീർച്ചയായും നമ്മൾ വന്ന് തന്നെ അനുഭവിക്കണം. ഈ വലിയ മരങ്ങളൊക്കെ കാണുമ്പോണ്ടല്ലോ നമുക്ക് 2 ആളും 3 ആളൊന്നും അല്ല, ഒരു 10 ആള് വട്ടം പിടിച്ചാൽ എത്താത്ത അത്ര വലിയ മരങ്ങൾ ഇവിടെ ഉണ്ട്. അത് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയല്ല, അത് നേരിട്ട് കണ്ടിട്ട് വിശ്വാസമാണ്. ഇടമലയാറ് അധികം ദൂരമൊന്നുമില്ല. എറണാകുളത്തുനിന്ന് അല്ലെങ്കിൽ ആലുവയിൽ നിന്ന് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 33 കിലോമീറ്ററോളം വരുള്ളൂ. എന്തായാലും മാക്സിമം 33 കിലോമീറ്റർ. ഇത് ഇടമലയാറിൽ നിന്ന് പോകുന്നു. വടാത്തുപാറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഈ ഗ്രാമപഞ്ചായത്തിൽ പുലി ഇറങ്ങാറുണ്ട്, സത്യമാണ്. ആന ഇറങ്ങാറുണ്ട്. കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. ഇവിടെ മഞ്ഞിറങ്ങിയിട്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല. പണ്ടത്തെ ഒരു പഴമൊഴിയുണ്ട്. അതായത് കോതമംഗലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുമില്ല എന്ന്. പിന്നെ ഉള്ളത് ഒരു മൂടൽ മാത്രമാണ്. തൂങ്ങിയിടമാത്തേക്ക് ഇത്രയൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു ഇല്ലല്ലോ. ഈ കോതമംഗലം കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ വേറെ ഒന്നല്ല, ഈ കോതമംഗലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മൂടലാണെന്നാണ് പഴമക്കാർ പറയുക. അത് വന്ന് കണ്ടു തന്നെ മനസ്സിലാക്കണം. വാ മൂത്രമൊഴിച്ച് കഴിഞ്ഞ് മൂത്രം ഒഴിക്കണമെങ്കിൽ ഞാൻ എങ്ങനെ ക്യാമറ പിടിക്കും മിസ്റ്റർ രതീഷ്? Shall we move? Yeah, definitely. Okay, sir.